എല്ലാ ഹിന്ദുവിനെയും വർഗീയവാദിയായ ഹിന്ദുവാക്കി മാറ്റുക എന്നതാണ്. മതനിരപേക്ഷവാദിയായ ഹിന്ദുവിനെയും വർഗീയവാദിയായ ഹിന്ദുവാക്കി മാറ്റാനുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് വിദ്യാഭ്യാസം എന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതിന് ഇന്ന് കൈവന്ന രാഷ്ട്രീയ അധികാരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായി സമീപ ദിവസങ്ങളിൽ, സമീപ മാസങ്ങളിൽ എന്തെല്ലാം വിഷയങ്ങൾ പൊതുമണ്ഡലം ചർച്ച ചെയ്തു. വളരെ അപഹാസ്യമായ രീതിയിൽ എങ്ങനെ വൈജ്ഞാനിക ശാസ്ത്രരംഗത്തെ നേട്ടങ്ങളെ പുറകോട്ടടിപ്പിക്കുന്നതും തീർത്തും അബദ്ധജടിലമായ കാര്യങ്ങളെ ശാസ്ത്രീയമെന്ന വിധം അവതരിപ്പിക്കുന്നതുമായ വിഷയങ്ങൾ നമ്മുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെട്ടു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടത് BJPയുടെ MP-യും മുൻ കേന്ദ്രമന്ത്രിയുമായ ശ്രീ അനുരാഗ് താക്കൂർ. അദ്ദേഹമാണ് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് നമ്മുടെ കോഴിക്കോട് ഇവിടെ വന്ന് ദേശാഭിമാനിയും കൈരളിയും ഒക്കെ ഒഴികെയുള്ള മറ്റ് ചില മാധ്യമങ്ങളും ഒഴികെയുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളുടെ ഒരു യോഗം, അതിൻ്റെ എഡിറ്റർമാരുടെ യോഗം വിളിച്ചു ചേർത്തത് അദ്ദേഹമാണ്. RSSനോട് യോജിച്ചു പോകാൻ കഴിയുന്ന മാധ്യമങ്ങളുടെ യോഗം കോഴിക്കോട്ട് വിളിച്ചു ചേർക്കാൻ RSS ചുമതലപ്പെടുത്തിയ മന്ത്രിയായിരുന്നു അനുരാഗ് താക്കൂർ. കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളുടെ എഡിറ്റർമാരെല്ലാം ആ യോഗത്തിൽ പങ്കെടുത്തു. ആ അനുരാഗ് താക്കൂർ അന്നത്തെ മന്ത്രി, ഇന്ന് MP-യാണ് അദ്ദേഹം ഹിമാചൽ പ്രദേശിലെ ഒരു വിദ്യാലയത്തിൽ ചെന്ന്, അതും നവോദയ വിദ്യാലയമാണ് എന്നാണ് കേൾക്കുന്നത്. ആ വിദ്യാലയം, നവോദയ വിദ്യാലയത്തിൽ പ്രത്യേക പരീക്ഷയൊക്കെ നടത്തിയിട്ടാണല്ലോ കുട്ടികളെ പ്രവേശിപ്പിക്കുന്നത്. ആ വിദ്യാർത്ഥികളോട് അദ്ദേഹത്തിൻ്റെ ചോദ്യം, ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആരാണ് എന്നാണ് ചോദ്യം. കുട്ടികൾ പല മറുപടിയും പറഞ്ഞു. അപ്പോൾ അതൊക്കെ തിരുത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു, അല്ല, ഹനുമാനാണ് ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി. പറയുന്നത് മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന ആളാണ്. നവോദയ വിദ്യാലയത്തിലെ കുട്ടികളോടുള്ള ഒരു സംവാദത്തിലാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്, പുസ്തകങ്ങൾ പറഞ്ഞു തരുന്ന അറിവിനപ്പുറം ആയിരക്കണക്കിന് വർഷത്തെ പാരമ്പര്യമുള്ള ഈ രാജ്യത്തിൻ്റെ ആ പാരമ്പര്യത്തിൽ നിന്നുള്ള അറിവുകൾ സ്വാംശീകരിക്കണം. അതുകൊണ്ട് ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി അത് ഹനുമാനാണ് എന്നാണ് പറയുന്നത്. നമ്മളിത് ചിരിച്ചു തള്ളും, ഒരു വങ്കത്തരം, ഒരബദ്ധം നിസ്സാരമായിട്ട് ചിരിച്ചു തള്ളുന്നൊരു കാര്യമാണ്. എന്നാൽ ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ, ഒരു ക്ലാസ് മുറിയിൽ വിദ്യാർത്ഥികളോടുള്ള സംവാദത്തിൽ ഒരു മുൻ കേന്ദ്രമന്ത്രി പറഞ്ഞ ഒരു കാര്യമായി മാത്രം ഇതിനെ ചുരുക്കി കണ്ടുകൂടാ. ശാസ്ത്ര കോൺഗ്രസിന്റെ വേദിയിൽ അവതരിപ്പിക്കപ്പെടുന്ന പ്രബന്ധങ്ങളിൽ, അതിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഒക്കെ ഏതൊക്കെ കാര്യങ്ങളാണ് ഇതിനോടകം നമ്മുടെ നാട് ചർച്ച ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ 8-10 വർഷങ്ങൾക്ക് മുൻപ് ഇത്തരം കാര്യങ്ങൾ വിശ്വാസത്തിൻ്റെ ഭാഗമായി കൂടി നിലനിൽക്കുന്നതെന്ന് വാദിച്ചാൽ പോലുമുള്ള മിത്തുകൾ ശാസ്ത്രീയമായ സത്യങ്ങളാണെന്ന നിലയിൽ ആരെങ്കിലും അവതരിപ്പിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ നമ്മുടെ അനുഭവം ആ നിലയിലേക്ക് മാറുകയാണ്.